Hello everyone, welcome to CUET Tutorial, Kerala's #1 test taking platform for CUET. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് another important area for CUET, that is books and authors. സി നമ്മുടെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, ഇന്റർനാഷണലി ഭയങ്കര പേര് കേട്ട ഓതേഴ്സും ആയിക്കോട്ടെ, അതെല്ലാം CUETയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ ഡീറ്റെയിൽ നോക്കുന്നതായിരിക്കും. സോ ഇന്ന് what we will be discussing will be some of the a question actually from our Indian freedom movement, അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആൾക്കാരെ പറ്റിയുള്ള ഒരു ബുക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു വർക്ക് ആരാണ് എഴുതിയത്? ഇസ് റിട്ടൺ ബൈ സരോജിനി നായിഡു, ലാലാ ലജ്പത് റായ്, BR അംബേദ്കർ, സർ സുരേന്ദ്രനാഥ ബാനർജി. സി ആ സമയത്ത് എല്ലാവരും അവരുടെ ആശയങ്ങളും കാര്യങ്ങളിലും ബുക്കിൽ കൂടിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ പേപ്പറിൽ കൂടിയാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്തൂടെ കയറി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നത് പോലെ അന്ന് കൂടുതലും ഈ ബുക്കും കാര്യങ്ങളും വഴിയായിരുന്നു ആൾക്കാരിലേക്ക് ഐഡിയാസ് എത്തിയിരിക്കുന്നത്. സോ എ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഇറ്റ് ഈസ് സർ സുരേന്ദ്രനാഥ ബാനർജി ആണ്. ഈ ഓരോ വ്യക്തികളുടെയും ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഇറ്റ് വിൽ റിവാർഡ് യു. ഓക്കെ, സോ നമുക്ക് ഇവരുടെയൊക്കെ കുറച്ചുപേരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഈസ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിൽ ഒരെണ്ണമാണ് ദി ആര്യ സമാജ്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, എ ഹിന്ദുസ് ഇംപ്രഷൻ ആൻഡ് എ സ്റ്റഡി. ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ദ പ്രോബ്ലംസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇതെല്ലാം ലാലാ ലജ്പത് റായുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഹി വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം മൂവ്മെന്റ് വർക്കർ ഫോർ ഇന്ത്യ. ദെൻ കംസ് BR അംബേദ്കർ. അംബേദ്കറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്നാണ് ആനുലേഷൻ ഓഫ് കാസ്റ്റിനെ ഇതാക്കുന്ന രീതിയിൽ. സോ യുവർ അനദർ ഹോംവർക്ക് ഫോർ ടുഡേ, BR അംബേദ്കറിന്റെ ബാക്കി വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ചാറ്റ് സെക്ഷനിൽ ഒന്ന് ഇടാമോ. ദെൻ കം സരോജിനി നായിഡു, ദ ബേർഡ് ഓഫ് ടൈം ആസ് വെൽ ആസ് ദ ഫെദർ ഓഫ് ദ ഡോൺ. ഈ രണ്ടെണ്ണം സരോജിനി നായിഡുവിന്റെ വർക്കാണ്. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. എലോങ് വിത്ത് ദാറ്റ് ഞാൻ കുറച്ച് ഹോംവർക്ക് കൂടെ നിങ്ങൾക്ക് തരികയാണ്, വിച്ച് വിൽ ഹെൽപ്പ് യു ട്രെമെൻഡസ്ലി. ഫൈൻഡ് ഔട്ട് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ബുക്സ് ഓഫ് ദീസ് ത്രീ പേഴ്സണാലിറ്റീസ്: മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. സി ഈ മൂന്ന് പേരും നമ്മുടെ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി പ്ലേ ചെയ്ത റോള് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്ക്സും കാര്യങ്ങളും കോൺട്രിബ്യൂഷനും നമ്മൾ ഒരു CUET മാത്രമല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇത് എഴുതി വെക്കുക, ഒരു ചെറിയ ബുക്ക് എടുക്കുക, ട്രൈ ടു കീപ് എ നോട്ട് ഓഫ് ഇറ്റ് or else post in the comment section. Okay, so that is all for today. Take care. Bye bye.